വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. നമ്മുടെ ചാനൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എ ലവ് സോ ബ്യൂട്ടിഫുൾ എന്ന ഡ്രാമ നമ്മുടെ സെക്കൻഡ് ചാനലായ CK മല്ലൂസിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാണാൻ മറക്കരുത്. മിസ്റ്റർ ബാഡ് എന്ന ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നാൻസിങ് അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോൾ ജിയോ അവളുടെ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് രണ്ടുപേരെയും ഏതോ ഫയൽ കാണാനില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫയൽ അവസാനം ഏൽപ്പിച്ചത് നാൻസിങ്ങിനെയാണെന്ന് അവർ പറഞ്ഞപ്പോൾ അവൾ ഇതുവരെ എന്താണ് വരാത്തതെന്ന് പറഞ്ഞ് ജിയോ ദേഷ്യപ്പെടുന്ന കേട്ടുകൊണ്ടാണ് നാൻസിങ് അങ്ങോട്ടേക്ക് അരച്ചുന്നത്. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും റെഗുലർ സ്റ്റാഫ് ആയതിൻ്റെ അഹങ്കാരമാണെന്ന് ചോദിച്ച് ജിയോ അവളോട് ദേഷ്യപ്പെടുന്നു. പിന്നീടാണ് എല്ലാവരും കൂടി ഒപ്പിച്ച പ്രാങ്കായിരുന്നു അതെന്ന് നാൻസിങ് അറിയുന്നത്. ഒഫീഷ്യലായി അവളെ റെഗുലർ സ്റ്റാഫായി അനൗൺസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. സന്തോഷം അടക്കാനാവാതെ ജിയോ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾക്ക് മുമ്പ് സീഷന്റെ അസിസ്റ്റന്റായി വന്ന ആർക്കും അവിടെ ജോലി സ്ഥിരമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് ഭയങ്കര വലിയ കാര്യമായാണ് അവർ കണ്ടത്. ഇതെങ്ങനെ സാധിച്ചു എന്നൊക്കെ അവളോട് എല്ലാവരും ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സീഷൻ അവിടെ എത്തിയത്. റെഗുലർ സ്റ്റാഫ് ആക്കിയതിന് നാൻസിങ് അവനോട് നന്ദി പറയുന്നുണ്ട്. അവൻ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നാൻസിങ്ങിന് വേണ്ടി അന്ന് രാത്രി ഒരു പാർട്ടി നടത്താൻ ജിയോ തീരുമാനിക്കുന്നു. നാൻസിങ് അപ്പോൾ അതിന് സമ്മതം പറഞ്ഞെങ്കിലും പിന്നീട് ID കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഷാബോധി ചെയ്ത സഹായത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ ഒരു ട്രീറ്റ് നടത്തേണ്ട അത്യാവശ്യമാണെന്ന് തോന്നിയതിനാൽ ജിയോ പറഞ്ഞ പാർട്ടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാമോ എന്ന് അവൾ ജിയോയോട് ചോദിക്കുന്നു. ജിയോ അത് സമ്മതിക്കുന്നുണ്ട്. വൈകിട്ട് അവൾ ഷാബോധിയെ ഫോൺ ചെയ്ത് ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് അവിടേക്ക് വരാൻ പറയുന്നു. അവൻ്റെ കാലഘട്ടത്തിലൊന്നും ഒരിക്കലും എൻജോയ് ചെയ്യാൻ സാധിക്കാത്ത ലേറ്റസ്റ്റ് കണ്ടുപിടുത്തമായ വെർച്വൽ റിയാലിറ്റി തീം പാർക്കിലേക്കാണ് അവൾ അവനെ കൊണ്ടുപോയത്. അവന് പക്ഷെ അതൊന്നും ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ അകത്തേക്ക് കയറാൻ മടിച്ചു നിൽക്കുകയാണ്. അവൾ നിർബന്ധിച്ചാണ് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. അകത്ത് കയറിയെങ്കിലും അവൻ ഗെയിമൊന്നും കളിക്കാതെ മാറിയിരിക്കുകയാണ്. പക്ഷെ നാൻസിങ് കളിക്കുന്നത് കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവന് ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. നിന്നെപ്പോലെയുള്ള പഴയ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഹൈടെക് ഗെയിംസ് ഒക്കെ കളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് നാൻസിങ് കളിയാക്കിയപ്പോൾ അവൻ വാശിയോടെ എഴുന്നേറ്റ് ഇന്ന് കളിക്കാൻ തുടങ്ങുന്നു. ഏറ്റവും ഹയസ്റ്റ് ഡിഫിക്കൽട്ടി സെറ്റ് ചെയ്ത് അവളോടൊപ്പം ഒരുപാട് സമയം കളിക്കുന്നുമുണ്ട്. അതിനുശേഷം അവൾ അവനെ ഒരു ഇൻഡോർ പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെയും ആദ്യം വലിയ ജാടയിട്ട് ഗെയിമിൽ പങ്കെടുക്കാതെ നിന്നെങ്കിലും പിന്നീട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അഭ്യാസങ്ങളൊക്കെ അവൻ കാണിക്കുന്നുണ്ട്. പിന്നീട് സ്ലൈഡിലും രണ്ടുപേരും കൂടി ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നീ കുട്ടികളെ പോലെ ഇത്രയ്ക്ക് ക്യൂട്ടായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നാൻസിങ് പറയുന്നുണ്ട്. അവൻ ബാത്റൂമിൽ പോയ ടൈമിൽ അവൾ കുടിക്കാൻ എന്താ വാങ്ങാനായി പോകുന്നു. ഷാബോധി പുറത്തിറങ്ങി നാൻസിങ്ങിനെ വെച്ച് നിൽക്കുമ്പോഴാണ് സീഷൻ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോകുന്നത് കണ്ടത്. അവൻ മറിഞ്ഞു നിന്ന് സീഷനെ നിരീക്ഷിക്കുന്നുണ്ട്. എയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങിയ മാല തിരികെ നൽകാനായിരുന്നു അവൻ വന്നത്. തിരികെ കൊടുക്കുന്നതിൻ്റെ റീസൺ ഷോപ്പിലെ പെൺകുട്ടി ചോദിച്ചപ്പോൾ അവൾക്ക് ഓൾറെഡി ഇതുപോലൊരു മാല ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. അവർ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് എയുടെ ബോയ് ഫ്രണ്ട് അവിടെ എത്തിയത്. അയാൾ സീഷനെ കണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് സൗഹൃദത്തോടെ സംസാരിക്കുന്നു. സീഷൻ ഉള്ളിലുള്ള വെറുപ്പ് പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ടൊക്കെ മറുപടി നൽകുന്നുണ്ട്. പക്ഷേ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു റിംഗ് സെലക്ട് ചെയ്യാനാണ് അവൻ വന്നിരിക്കുന്നതെന്ന് അറിയപ്പോൾ അവൻ ആകെ അസ്വസ്ഥനാകുന്നു. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിട്ട് വളരെ കുറച്ച് കാലമല്ലേ ആയുള്ളൂ, ഇപ്പോഴേ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ ചോദിക്കുന്നു. കുറച്ച് കാലമേ ആയിട്ടുള്ളെങ്കിലും അവൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കേണ്ടതെന്ന് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നല്ലൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് തരാൻ അയാൾ സീഷനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല കൂടുതൽ നന്നായി അറിയാവുന്നതിനാൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് ടിപ്സ് അവൻ ചോദിക്കുന്നുണ്ട്. ഓഫീസിലെ സ്റ്റാഫിൻ്റെയും അവളുടെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ മുൻപിൽ വെച്ച് സർപ്രൈസായി ഒരു പ്രപ്പോസൽ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നവൻ പറഞ്ഞപ്പോൾ വർക്ക് എത്തിക്സ് മുറുകെ പിടിക്കുന്ന ഒരാളാണ്. ജോലിയും പേഴ്സണൽ കാര്യങ്ങളും കൂടി കൂട്ടിക്കുഴയ്ക്കാൻ അവൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് സ്വകാര്യമായി പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് സീഷൻ പറയുന്നു. ഒരു റിംഗ് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോൾ മുന്നിൽ കണ്ട ഒരെണ്ണം തൊട്ട് കാണിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഷാബോധി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സീഷൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ മറ്റൊരാൾ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സാഹചര്യമായതുകൊണ്ട് അവൻ മാനസികമായി തകരും. ഈ അവസരം മുതലെടുത്ത് നാൻസിങ്ങിനെ അവൻ്റെ മനസ്സിലേക്ക് തള്ളിക്കയറ്റാമെന്ന് അവൻ അപ്പോൾ വിചാരിക്കുന്നു. അവൻ പുറത്ത് ഗാർഡനിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നാൻസിയെ പാവയും ഒക്കെ പിടിച്ച് അവിടേക്ക് വന്നത്. ഡ്രിങ്ക്സ് വാങ്ങാൻ പോയിട്ട് നിന്ന് പ്രൈസ് കിട്ടിയതാണ്. ഇത് നീ എടുത്തോ, ഇനി മുതൽ വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്തൊക്കെ നിനക്ക് ഇതിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ അവനെ നീട്ടുന്നു. കാണാൻ ഒട്ടും ഭംഗിയില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ട, മാത്രമല്ല ആണുങ്ങൾ പാവയോട് സംസാരിക്കാറില്ലല്ലോ എന്നവൻ പുച്ഛത്തോടെ പറയുന്നു. സംസാരിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് നാൻസിങ് അതിനെ കയ്യിൽ പിടിച്ച് അതിനോട് ഓരോന്ന് ചോദിക്കുകയും അത് മറുപടി പറയുന്ന പോലെ ആക്ഷൻ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവളുടെ ക്യൂട്ട്നെസ്സിൽ അവൻ ഇടയ്ക്ക് അറിയാതെ ഒന്ന് മയങ്ങിപ്പോകുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് നീ എന്തിനാണ് എന്നെ ഇന്ന് പതിവില്ലാതെ ഇങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ഗിഫ്റ്റ് വാങ്ങി തരികയും ഒക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ജോലി സ്ഥിരമാക്കാൻ സഹായിച്ചതിനുള്ള പ്രത്യുപകാരമാണെന്ന് അവൾ പറയുന്നുണ്ട്. റെഗുലർ സ്റ്റാഫായി കഴിഞ്ഞപ്പോൾ സീഷന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ അവൻ ചോദിച്ചറിയുന്നു. മാത്രമല്ല അവൻ നല്ല രീതിയിൽ അവളോട് പെരുമാറാൻ സഹായിക്കാമെന്നും അവൻ പറയുന്നുണ്ട്. ഈ ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നീ കൂടുതൽ സഹായിച്ച് കുളമാക്കരുതെന്ന് നാൻസിങ് അപ്പോൾ പറയുന്നു. രാത്രി വീട്ടിലെത്തിയ ശേഷം നാൻസിങ് ഷാവോധിക്കൊപ്പം വന്നെടുത്ത ഫോട്ടോസൊക്കെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് ഓഫീസിലെ വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. നാൻസിങ് നൽകിയ പാവയോട് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വീട്ടിലെത്തിയപ്പോൾ മുതൽ ഷാവോധി അതിനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാൻസിങ്ങിനെ എങ്ങനെ സീഷന്റെ മനസ്സിലേക്ക് കയറ്റാം എന്ന് അപ്പോഴും അവൻ ചിന്തിക്കുന്നുണ്ട്. ആദ്യം അവളുടെ വാർഡ്രോബിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നവൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ നല്ല കുറച്ച് ഡ്രസ്സ് വാങ്ങി അതുമായി അവൻ ജനൽ വഴി അവളെ വിളിച്ചുണർത്തിയിട്ട് അപ്പുറത്തേക്ക് വരാൻ പറയുന്നു. നാൻസിങ് മടി പിടിച്ച് കിടന്നപ്പോൾ അവൻ അവിടെ നിന്ന പൂച്ചട്ടി എടുത്ത് അവളെ എറിയാൻ തുടങ്ങുന്നതിനാൽ അവൾ മര്യാദയ്ക്ക് എഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു.
ഡ്രസ്സ് നൽകിയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാൻ അവൻ പറഞ്ഞപ്പോൾ അവൾ അതെടുത്ത് നോക്കിയിട്ട് ഇത് എൻ്റെ സ്റ്റൈലല്ല, എനിക്കിത് ചേരില്ല എന്ന് പറഞ്ഞ് തിരികെ വയ്ക്കുന്നു. നിനക്ക് നന്നായി ചേരുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. സീഷൻ ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിലുള്ള ഡ്രസ്സാണിത്. നീ അവൻ്റെ സ്ഥിരം അസിസ്റ്റൻ്റായ സ്ഥിതിക്ക് അവനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്തേണ്ട അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞൊരു 10-15 മിനിറ്റോളം ക്ലാസ് എടുത്ത് അവസാനം ആ ഡ്രസ്സ് ധരിക്കാമെന്ന് അവൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. മാത്രമല്ല സീഷനെ കാണുമ്പോൾ ഇത്ര പേടിക്കേണ്ട ആവശ്യമില്ല, അവനും കുറച്ച് വീക്ക്നെസ് ഒക്കെ ഉണ്ട്, കുട്ടികളെ പോലെ കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ അവൾക്ക് ധൈര്യം കൊടുക്കുന്നുമുണ്ട്. അവൾ ഡ്രസ്സും എടുത്ത് മുറിയിൽ നിന്ന് പോയപ്പോൾ എനിക്കിനി ഉടനെ തന്നെ തിരികെ രാജ്യത്തേക്ക് പോകാമെന്ന് അവൻ ആശ്വസിക്കുന്നു. ഷാവതി വാങ്ങി നൽകിയ ഡ്രസ്സും ഹൈ ഹീൽഡ് ഷൂസും ഒക്കെ ധരിച്ചാണ് നാൻസിങ് അടുത്ത ദിവസം ഓഫീസിലെത്തിയത്. ജിയോയ്ക്കും മറ്റുള്ള സ്റ്റാഫിനും പുറകിൽ നിന്ന് കണ്ടപ്പോൾ അവളെ മനസ്സിലാവുന്നതേ ഇല്ല. റെഗുലർ സ്റ്റാഫായതിൻ്റെ മാറ്റമാണ് എന്നാണ് അവർ കരുതിയത്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സീഷൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. ഷാവതി പറഞ്ഞു കൊടുത്തൊക്കെ അപ്പോൾ നാൻസിങ്ങിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ ഒരു കൊച്ചുകുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ അവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്ന കോൺഫിഡൻസോടെ അവൾ ആദ്യമായി അവനെ നോർമലായി ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. അപ്പോഴേക്കും ഓഫീസിലേക്ക് വരുന്നതിനാൽ സീഷന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണല്ലോ എന്നതാണ് അവളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. അവനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞെങ്കിലും അത്യാവശ്യമുള്ളതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം, ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നു. സീഷനോട് നോർമലായി സംസാരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു നാൻസിങ്. റെഗുലർ സ്റ്റാഫ് ആയതോടുകൂടി മറ്റുള്ളവരെ പോലെ തന്നെ അവൾക്കും ജോലിയിൽ നല്ല തിരക്കായിരുന്നു. മാത്രമല്ല ഇപ്പോൾ സീഷൻ സുയുവിനെ കൊന്നതിനെ കുറിച്ചുള്ള പരാതികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് അവിടെ. അത് തന്നെ എല്ലാവർക്കും വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. സീഷനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. വന്നപ്പോൾ മുതൽ എയുടെ കയ്യിൽ മോതിരമുണ്ടോ എന്ന് മാത്രമാണ് അവൻ അറിയേണ്ടിയിരുന്നത്. അവൾ പല തിരക്കിലായിരുന്നതിനാൽ ഓഫീസിലേക്ക് കയറി ചെന്ന് സംസാരിക്കാൻ അവന് സാധിക്കുന്നില്ല. അവളുടെ ഓഫീസിന് പുറത്ത് വട്ടം ചുറ്റിന്ന് ഫോണിൽ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കിയും മറ്റും വിരലിൽ മോതിരമുണ്ടോ എന്നറിയാൻ അവൻ കുറെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അവൻ അവിടെ നിന്ന് വട്ടം ചുറ്റുന്ന കണ്ട നാൻസിങ് ബോസ് എന്ത് ചെയ്യുകയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. അവൾ തിരികെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ സീഷൻ സുയുവിനെ കൊന്നതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവിടെയുള്ള മറ്റ് രണ്ടുപേരും. അദ്ദേഹത്തിന്റെ 10 വർഷമായുള്ള ഒരു സ്ഥിരം വായനക്കാരി എന്ന നിലയിൽ അദ്ദേഹം സുയുവിനെ കൊന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വ്യക്തമായി ബുക്കിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉറപ്പായും സുയുവിനെ തിരികെ കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാൻസിനെ പോലെ നിങ്ങൾ കൂടി ഇങ്ങനെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുതെന്നൊക്കെ അവൾ അവരോട് പറയുന്നു. അത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സീഷൻ അവളുടെ ഓഫീസിലേക്ക് വരാൻ പറയുന്നു. സംശയിച്ചാണ് നാൻസിങ് പുറകെ ചെന്നത്. നീ ഇപ്പോൾ പറഞ്ഞത് നിന്റെ സ്വന്തം അഭിപ്രായമാണോ അതോ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടതാണോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. മുമ്പ് അവൻ്റെ ടേബിളിനടിയിൽ ഒളിച്ചിരുന്ന സമയത്ത് അവനും എയും തമ്മിൽ സംസാരിക്കുന്ന കേട്ടതിനെ കുറിച്ചാണോ അവൻ ചോദിക്കുന്നതെന്ന് അവൾക്ക് സംശയം തോന്നിയതിനാൽ ഞാൻ മറ്റൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ബോസ് എന്തായാലും വെറുതെ ഒരു ക്യാരക്ടറിനെ കൊല്ലില്ല എന്ന് എനിക്കറിയാം. ബോസ് ആണെങ്കിൽ ആർക്കും ഒരു വിശദീകരണവും നൽകുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എന്നവൾ പറയുന്നു. പിന്നെ അവനത് വലിയ ഇഷ്യൂ ആക്കുന്നില്ല. അവളുടെ ഡ്രസ്സിനെ പറ്റി അവനെന്തോ പറയാൻ തുടങ്ങിയെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെക്കുന്നു. നാൻസിങ് വലിയ പ്രതീക്ഷയിൽ നിന്നതാണ്, പക്ഷെ നിരാശയാവേണ്ടി വരുന്നു. ഒരു ഫയൽ എടുത്ത് കൊടുത്തിട്ട് അത് എയെ കൊണ്ട് സൈൻ ചെയ്യിച്ച് വരാൻ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അവരവളെ അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ജോലി ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. ബോസ് എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് അവൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി എയുടെ മൂഡ് കൂടി നോക്കിയിട്ട് പോരെ, അവൾ സന്തോഷത്തിലാണെന്ന് നോക്കിയിട്ട് വന്ന് പറയാൻ അവൻ അവളോട് പറയുന്നു. നാൻസി ഹാപ്പിയായി പുറത്തേക്ക് ഓടുന്നുണ്ട്. ആവേശം കൊണ്ട് എയുടെ മുറിയിലേക്ക് ചെന്ന് കയറുന്നിടയിൽ കാൽ തട്ടി വീഴാൻ തുടങ്ങി അവളെ എ താങ്ങുന്നു. ഈ ഡ്രസ്സുമായി ഇതുവരെ പൊരുത്തപ്പെടാൻ പറ്റിയില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇട്ട് വന്നപ്പോൾ നിന്നെ കണ്ടിട്ട് മറ്റൊരാളെ പോലെയുണ്ട്. ജോലിക്കിടയിൽ ഇങ്ങനെയൊക്കെ ധരിക്കേണ്ടി വരുന്നത് അത്യാവശ്യമാണ്. എന്നെ കണ്ടില്ലേ, ഞാൻ ഇത്ര നാളായിട്ട് ഇതൊന്നും ആയി പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് കാലിൽ കിടക്കുന്ന സ്ലിപ്പർ കാണിച്ചുകൊണ്ട് അവൾ പറയുന്നു. ഹൈ ഹീൽസ് ഓഫീസിനുള്ളിൽ എത്തുമ്പോൾ അവൾ ഊരിടാറുണ്ട്. ബോസ് ആദ്യമായി ജോലി ഏൽപ്പിച്ചതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് നാൻസിങ് ഫയൽ എയ്ക്ക് കൊടുത്തത്. അവളത് പറഞ്ഞപ്പോൾ വേറെ കുറെ ഫയൽ അവൾക്ക് നൽകിയിട്ട് അത് സീഷനെ ഏൽപ്പിക്കാൻ പറയുന്നു. നാൻസിങ് അത് വാങ്ങി സന്തോഷത്തോടെ പോകുന്നു. അവൾ വരുന്നുണ്ടെന്ന് നോക്കി വാതിൽക്കൽ നിൽക്കുകയായിരുന്നു സീഷൻ. അവളെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ അവൻ ഓടിപ്പോയി സീറ്റിലിരിക്കുന്നു. നാൻസിങ് ഫയൽ അവനെ ഏൽപ്പിച്ചിട്ട് അവൾ നല്ല മൂഡിലാണ്, ചിരിച്ചുകൊണ്ടാണ് കാര്യം പറഞ്ഞതെന്നൊക്കെ അറിയിക്കുന്നു. അവളുടെ ഇടത് കൈയിൽ ഒരു മോതിരം കിടക്കുന്നത് ശ്രദ്ധിച്ചിരുന്നെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ കുറച്ച് സംശയിച്ചെങ്കിലും ഇല്ലെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നു. അവൻ ശരിക്കും ഹാപ്പിയാകുന്നുണ്ട്. പക്ഷേ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങിയ നാൻസിങ് തിരികെ വന്ന് മേശപ്പുറത്ത് ഒരു ജുവൽ ബോക്സ് ഇരിക്കുന്നത് കണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അവൻ്റെ സന്തോഷം തീരുന്നു. ബോയ് ഫ്രണ്ട് അവളെ പ്രപ്പോസ് ചെയ്ത് കാണുമെന്ന് തന്നെ അവൻ വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് അന്ന് മുഴുവൻ അവൻ മൂഡ് ഓഫ് ആയിരുന്നു. നാൻസിങ്ങിനെ അന്നൊരു ഒഫീഷ്യൽ ടാസ്ക് ഏൽപ്പിച്ചിരുന്നതിനാൽ അവൾ അതിൻ്റെ തിരക്കിലായിരുന്നു. ജിയോ പോകാൻ ഇറങ്ങിയപ്പോൾ ചെയ്ത വർക്ക് അവൾ ജിയോയെ കാണിക്കുന്നുണ്ട്. പെർഫെക്റ്റ് അല്ലെങ്കിലും അവൾ ആദ്യമായി ചെയ്യുന്ന ജോലി എന്നതിൽ വളരെ ഫാസ്റ്റായും വൃത്തിയായും തന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ജിയോ അവളെ അഭിനന്ദിക്കുന്നുണ്ട്. ജിയോ പോയ ശേഷവും അത് കംപ്ലീറ്റ് ചെയ്യാനായി അവൾ അവിടെ തന്നെ ഇരിക്കുന്നു. ജോലിയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൾക്ക് ഷാവോദിയുടെ കോൾ വരുന്നു. അവൾ ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയാണെന്ന് പറഞ്ഞപ്പോൾ ബോസ് പോയെന്ന് അവൻ അന്വേഷിക്കുന്നു. അവൻ പോയിട്ടില്ല, ഇപ്പോഴും ഓഫീസിൽ തന്നെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവൻ പോകാതെ നീ പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്യാൻ അവൻ അവളെ നിർബന്ധിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? ബോസ് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും തന്നിട്ടില്ല, ഞാൻ വെറുതെ ഇവിടെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൻ വീണ്ടും അവളെ നിർബന്ധിച്ച് അവിടെ ഇരിക്കാമെന്ന് സമ്മതിപ്പിക്കുന്നു. അവൻ വേറെ എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ് എന്ന് അവൾ അറിയുന്നില്ല. നാൻസിങ് തിരിച്ചകത്തേക്ക് ചെന്നപ്പോൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയായിരുന്നു. ബോസ് പോയിട്ടില്ല, അതുകൊണ്ട് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം എന്നവൾ പറയുന്നു. എനിക്ക് ആ സമയം ബോയ് ഫ്രണ്ടിൻ്റെ കോൾ വരുന്നതിനാൽ അവൾ അർജൻറ്റായി എങ്ങോട്ടേക്കോ ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു.
പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സീഷൻ വാതിൽക്കൽ നിന്ന് അവൾ സംസാരിച്ചുകൊണ്ട് പോകുന്ന കേട്ടതും വീണ്ടും മൂഡ് ഓഫ് ആയി തിരിച്ചകത്തേക്ക് കയറുന്നു. അകത്ത് പോയിരുന്നവൻ മദ്യപിക്കുന്നുണ്ട്. നാൻസി ഒന്നും അറിയാതെ അവിടെ കുത്തിയിരുന്ന് എന്തൊക്കെയോ ജോലികൾ ചെയ്ത് തീർക്കുകയാണ്. കുറെ കഴിഞ്ഞ് അവൾ എന്തോ ആവശ്യത്തിന് എഴുന്നേറ്റപ്പോൾ ഷാവത്ത് ഡോറിനടുത്തെത്തുന്നതിനാൽ അവൾ അവനെ അകത്തേക്ക് കയറ്റുന്നു. ഞാൻ ഇവിടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്, വെറുതെ ഇങ്ങോട്ട് കൂടി കയറിയെന്നേ ഉള്ളൂ, നിനക്ക് ഡിന്നർ കൂടി തരാമെന്ന് കരുതി എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് ഡിന്നർ നൽകുന്നു. ഒപ്പം ഒരു കുപ്പി ഷാമ്പയിൻ കൂടി നൽകുന്നുണ്ട്. അത് എന്തിനാണെന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്കല്ല പോകുന്നത്, നീ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി, ഇത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അതും അവളെ ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയത്. നാൻസിങ് അതുപോയി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നതിൻ്റെ സന്തോഷം അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെയും കുറേ സമയം കഴിഞ്ഞ് നാൻസിങ് മേശപ്പുറത്ത് തലവെച്ച് ഉറക്കം പിടിച്ചപ്പോഴാണ് സീഷൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ശബ്ദം കേട്ട് അവൾ ഉണരുന്നുണ്ട്. ആ സമയത്ത് അവളെ ഓഫീസിൽ കണ്ടപ്പോൾ നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് നടക്കുന്നു. അവൻ ആടി പോകുന്നത് കൊണ്ട് അവൾ വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ പുറകെ ചെല്ലുന്നു. ലിഫ്റ്റിനുള്ളിൽ എത്തിയപ്പോഴേക്കും അവൻ താഴെ ഇരുന്ന് പോകുന്നുണ്ട്. നാൻസിങ് അവന് വേണ്ടി ഒരു ടാക്സി വിളിക്കാനായി ഫോൺ എടുത്തെങ്കിലും സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. താഴെ ഇരുന്ന് അവനെ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് കരണ്ട് പോയി ലിഫ്റ്റ് നിന്നത്. നാൻസിങ് ആകെ പേടിക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് നിന്ന് വാതിലിനടുത്ത് നിന്ന് പുറത്താരെങ്കിലും ഉണ്ടോ എന്നറിയാൻ കുറേ വിളിച്ചു നോക്കുന്നു. പ്രയോജനമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് എന്നവൾ ബോസിനോട് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിൽനയ്ക്കും റിഫയ്ക്കും കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.